ഈ ന്യൂസിലൊക്കെ ഈ കുട്ടികളെ കൊന്നിട്ട് അച്ഛനമ്മമാർ അല്ലെങ്കിൽ അമ്മയായിട്ട് അല്ലെങ്കിൽ അച്ഛനാവട്ടെ കുട്ടികളെയും കൊന്നിട്ട് സൂയിസൈഡ് ചെയ്യുന്ന കുറേ ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ പണ്ട് കുറച്ച് നാൾ IVF ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിക്കും. കുറേ കഥകളുണ്ട് കേട്ടോ. ഈ IVF ഹോസ്പിറ്റലിൽ ശരിക്കും എന്താണ് സറോഗസി, അതിലെന്തൊക്കെയാണ് നടക്കുന്നത് സറോഗസിയിൽ, പിന്നെ അതുപോലെ തന്നെ IVF അതിൻ്റെ പിറകിൽ എന്തൊക്കെയാണ്, അതൊക്കെ എനിക്ക് മനസ്സിലായത് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ലൈഫിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കഥ പറയാവേ. ഇതൊരു സൺഡേ നടക്കുന്ന കാര്യമാണ്. സൺഡേ ആണെന്ന് എടുത്ത് പറയാനും ഓർക്കാനും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഹോസ്പിറ്റലിലും സൺഡേ നമ്മൾ തിയേറ്ററിൽ വാഷിങ് അല്ലെങ്കിൽ ഓട്ടോക്ലേവിങ്, ക്ലീനിങ് അങ്ങനെയുള്ള പരിപാടികളാണ്. അന്ന് തിയേറ്ററിൽ വേറെ കേസുകളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ആണെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. പെട്ടെന്ന് കോൾ വന്നു. താഴത്തെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കോൾ വന്നു. താഴത്തെ നോർമലി നമ്മൾ ഡെലിവറിയും പിന്നെ CS ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് തിരക്കാണ്, സ്ഥലമില്ല. അപ്പോൾ പെട്ടെന്ന് ഈ തിയേറ്ററിലോട്ട് കൊണ്ടുവരികയാണ് ഒരു പേഷ്യൻറ്റിനെ CS-ന് വേണ്ടി, സിസേറിയൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കേസ് ഷീറ്റൊക്കെ കാണുന്നതും അതിൻ്റെ ഹിസ്റ്ററി എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ. അപ്പോൾ ഈ ലേഡിയെ കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ CS ചെയ്യാൻ ഡോക്ടേഴ്സ് എല്ലാം, ഇപ്പോൾ സൺഡേ ആണ് പൊതുവേ ഡോക്ടേഴ്സൊക്കെ വീട്ടിലായിരിക്കും, അത്യാവശ്യം കുറച്ച് പേരെ കാണത്തുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരും വിളിച്ച് പറഞ്ഞു. അടുത്തായിരുന്നു ഡോക്ടറൊക്കെ, മെയിൻ ഡോക്ടറൊക്കെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരെല്ലാം പെട്ടെന്ന് വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് IVF ചെയ്ത് പ്രഗ്നൻ്റായിട്ട് കൊണ്ടുവന്ന ലേഡിയാണ്. അതായത് നമ്മളിപ്പം IVF ചെയ്ത ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ പൊതുവേ നമ്മൾ നോർമൽ ഡെലിവറി ചെയ്യാറില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ലക്ഷം രൂപ മുടക്കി നമ്മൾ IVF ചെയ്യുകയാണ്. IVF ചെയ്തിട്ട് നമ്മൾ ലേബർ പെയിൻ വന്ന് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ IVF-ഉം ഈ മിക്കുള്ളതും 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികളൊക്കെയാണ്. ഒറ്റ കുട്ടിയെന്ന് പറയുന്നത് അപൂർവമാണ് ഈ IVF ചെയ്തിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണേന്ന് ഞാൻ വേറൊരു ദിവസം പറഞ്ഞു തരാവേ. അങ്ങനെ അതിൻ്റെ പിന്നിലും കുറച്ച് കഥകളുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഈ ലേഡിയെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ IVF ചെയ്തതാണ്. അപ്പോൾ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. 7-ാം മാസം ആയിട്ടേ ഉള്ളൂ. 7-ാം മാസം ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നോർമലല്ല. പിന്നെ ശരിക്കും ഇതിൻ്റെ ഹിസ്റ്ററി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡിക്ക് ഈ കൊണ്ടുവന്ന അവർക്ക് 52 വയസ്സുണ്ട്. 52 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഒരു 46 വയസ്സായ സമയത്ത് തന്നെ മെനോപോസ് ആയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഞാൻ പറയാം പിന്നീട്. കുറേ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര സിമ്പിളൊന്നുമല്ല ഈ സംഭവം. എനിവേ ബാക്കി ഹിസ്റ്ററി പറയാം. ഇവരുടെ 52 വയസ്സുണ്ട്, ഡയബറ്റിക്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. ഇത്രയും ഹിസ്റ്ററി ഉള്ള ഒരു ലേഡിയാണ്. ഒരു ഹസ്ബൻഡും കൂടെ ഉണ്ട്. പക്ഷേ അവർക്കൊരു എന്താണ് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഒരു കുട്ടി അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അവർക്ക് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് അവരെ കൊണ്ട് ഈ റിസ്ക് എല്ലാം പറഞ്ഞ് അവരെ കൊണ്ട് എല്ലാ സൈൻ എല്ലാം ചെയ്യിപ്പിക്കും. ഹസ്ബൻഡിനെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും സൈൻ ചെയ്യിപ്പിക്കും, ഇവരെ കൊണ്ടുമൊക്കെ. കാരണം ഇത്രയും പ്രശ്നങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ 52-ാം വയസ്സിലൊരു പ്രഗ്നൻസി എടുക്കുമ്പോൾ എന്തായാലും റിസ്ക് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അവർക്ക് ഒരു മരിച്ചു പോയാലും കുഴപ്പമില്ല, അവർക്കൊരു കുട്ടിയെ കിട്ടിയാൽ മതി, ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു കുട്ടിയെ വേണം അവർക്ക്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. അങ്ങനെയാണ് അവരിതിന് വില്ലിങ് ആയത്. എല്ലാം പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് തന്നിട്ടാണ് ഇത് കൊണ്ടുവന്നു. ലേബർ പെയിൻ ആണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് സിസേറിയൻ ചെയ്തു. 2 കുട്ടികളെ എടുത്തു. എനിക്ക് കറക്റ്റ് വെയിറ്റ് ഓർമ്മയില്ല, എന്നാലും 2 പേരും ഒരു 1000-ന് താഴെയാണ്, 1000-ന് താഴെയുള്ള 2 പേരുടെയും വെയിറ്റ് ഒരു 800-900 ആ റേഞ്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ റേഞ്ചിലുള്ള കുട്ടികൾ 2 കുട്ടികളാണ്. അപ്പോൾ 2 കുട്ടികളെയും ഞങ്ങൾ NICUലോട്ട്, കുട്ടികളെ വെക്കുന്ന ICUലോട്ട് കൊണ്ടുപോയി. ഇത്രയും ഈ 800-900 ഒക്കെ വെയിറ്റുള്ള കുട്ടികൾ
റിക്കവർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ലക്കാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം കുട്ടികളെയൊക്കെ കിട്ടത്തുള്ളായിരിക്കും ആ സമയത്ത്. അപ്പം അങ്ങനെയാണ് കുട്ടികൾ. അപ്പോൾ ഇവർ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ ബ്ലീഡിങ്, പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് ആയവർക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ആവുക. എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും, ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു നോക്കി, എല്ലാമൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഒരു രക്ഷയില്ല, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നില്ല. യൂട്രസ് തിരിച്ച് കൺട്രാക്റ്റ് ആവുന്നില്ല. ശരിക്കും നല്ലൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല ബ്ലഡ് ലോസ് ഉണ്ട്. പിന്നെ നമ്മൾ ബ്ലഡിന് അറേഞ്ച് ചെയ്തു, പെട്ടെന്ന് തന്നെ ബ്ലഡ് കൊടുക്കാനായിട്ടൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, ഡെലിവറി കഴിഞ്ഞു നമ്മൾ ഇത്രയും ബ്ലീഡിങ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആദ്യമൊക്കെ നോക്കും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ യൂട്രസും റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മളിങ്ങനെ ബ്ലഡ് കൊടുക്കുകയാണ്. ഇത്രമാത്രം ബ്ലഡ് പോയി. അപ്പോൾ നമ്മൾ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ച്, സൺഡേ ആണ് ബ്ലഡ് ബാങ്കിൽ നിന്നൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എനിവേ അതെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നു കൊടുത്തു. പക്ഷേങ്കിൽ അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഈ ലേഡി മരിച്ചുപോയി. കാരണം നമുക്ക് ചെയ്യുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അവരുടെ സാച്ചുറേഷനൊക്കെ ഫോൾ ആവുന്നെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് അവരെ വെന്റിലേറ്ററിലാക്കി. എല്ലാ രീതിയിലും ചെയ്യാവേണ്ടതെല്ലാം ചെയ്തു നോക്കി. പക്ഷേങ്കിൽ അവർ മരിച്ചു പോവുകയായിരുന്നു. പക്ഷെ നമ്മളിത് വന്നിട്ട്, ഡോക്ടേഴ്സ് വന്നിട്ട് ഈ ആളോട്, ഈ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, കുട്ടികൾ ഇത്രയേ ഉള്ളൂ, ഇത്ര ഗ്രാം വെയിറ്റുകളേ ഉള്ളൂ. അപ്പം നമ്മൾ അതിന്ന് അവരെ നമുക്ക് എത്ര പൂർണ്ണമായി കൊണ്ടുവരാൻ എത്ര പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ലേഡി മരിച്ച കാര്യവും പറഞ്ഞു. പക്ഷേ എനിക്ക് ഇപ്പോഴും ആ മനുഷ്യൻ്റെ മുഖം ഇങ്ങനെ ഓർമ്മയുണ്ട്. നല്ല ഏജുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇവർക്ക് 52 ആണെങ്കിൽ പുള്ളിക്ക് എന്തായാലും കൂടുതലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. കാരണം പുള്ളി അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണോ എന്നുള്ള രീതിയിൽ പുള്ളി കേട്ടോണ്ടിരിക്കുക. കാരണം ഹാർട്ടിന് വരെ കംപ്ലൈൻ്റ് ഉള്ളൊരു ലേഡിയല്ലേ. അപ്പോൾ എന്തോ പുള്ളി അതെല്ലാം ഇങ്ങനെ കേട്ടു. എന്നിട്ട് അന്നോ പിറ്റന്നോ അതിലൊരു കുട്ടി മരിച്ചു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അവരെ രക്ഷിക്കാൻ നോക്കിയിട്ട് അവർ മരിച്ചു പോകുന്നു, കുട്ടികളെ ഇത്രയും നോക്കി എന്നിട്ട് കുട്ടികൾ മരിച്ചു പോകുന്നു, അതൊക്കെ നമുക്ക് ഭയങ്കര ഹാർട്ടിൽ കുറച്ച് നാൾ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞു പുള്ളിക്കാരൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം രണ്ടാമത്തെ കുട്ടി NICUവിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ ലൈഫിൽ കുട്ടികൾ എന്തോരം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അവർ ജീവനേക്കാളും വലുതായിരുന്നു ഒരു കുട്ടി. അവർ മരിച്ചു പോയാൽ അവർക്ക് പ്രശ്നമില്ല, ഒരു കുട്ടി ഉണ്ടായാൽ മതി എന്ന് വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു ലേഡി എത്തിയല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉള്ള കുട്ടികളെ കൊന്നുകളയുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പുറത്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് തോന്നാറുണ്ട്. ബാക്കി ഇതുപോലെ കുറേ സ്റ്റോറീസ് എനിക്ക് അവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം കേട്ടോ. ബൈ.